അവളച്ചാട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പോരടാ, നീ പോടേ. ഒരറ്റത്തൊന്നും തുടങ്ങാം. ഇതൊക്കെ ഉള്ളൂ. പെട്ടെന്ന് നീ എത്രയെന്ന് എടുത്തു? എണ്ണിയാണോടാ മൂട്ടിക്കുന്നത്? എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ, ഞാൻ എണ്ണാൻ മറന്നു. ഞാൻ എണ്ണി നോക്കട്ടെ. 1 2 3 4 5 നോക്കാൻ നിൽക്കില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ നോക്കണോ? ഒന്ന് കുറെ നേരം നീ എന്തിനാ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ട് പോലീസ് എന്താടോ ഹെൽമെറ്റ് ഇല്ലേ? പോലീസൊക്കെ കണ്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ഐഡിയ ഉണ്ട്. എല്ലാരും തലയിലെ കെട്ടഴിച്ചേ. അയ്യപ്പോ അയ്യപ്പോ ശരണം വിളിക്കാൻ. അയ്യപ്പോ 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 സ്വാമി അയ്യപ്പോ അയ്യപ്പോ ഇവരിനി എപ്പ നടന്ന് മല കയറാനല്ലേ? എന്റെ ചീട്ടുകളി ഭഗവതി റാണി കൺമണി നിന്റെ കണർ കൊണ്ട് കുഴഞ്ഞു. മോനെ ആകമത്തട്ടോട്ടിലെത്രയാ? അത് കണ്ടാലറിയാം. ഈ പല്ലുപോയ സിംഹത്തിനും തൊപ്പിപോയ പോലീസിനും ഒരു വിലയില്ലാന്ന് പറയുന്നത്. എല്ലാരും എല്ലാരും അങ്ങോട്ടാണോ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഓടിയാൽ അവരെവിടെ പോടാ? ഓടി ഊപ്പട് വന്നു. ആരാണ് അവിടെ ചീട്ട് കളിച്ചത്? അറിയില്ല. ഇയാൾക്കെന്താ തലയ്ക്ക് ഭ്രാന്ത? മെറ്റല് ഒരു കളിക്കുന്നു പോലീസ് വന്നപ്പോ. താങ്കൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? സത്യം പറയണം. അതുകൊണ്ടാ പറയുന്ന അറിയില്ല. താങ്കൾ ഇവിടെ എന്താ ചെയ്യുന്നു? മാഡത്തിന് കണ്ടൂടെ ഈ കോൺക്രീറ്റ് ഇടാനുള്ള മെറ്റൽസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്? ഈ പോലീസിനെ പണി തിരിച്ചു കിട്ടുന്നവരെ എന്തെങ്കിലും ജോലി ജീവിക്കണ്ടേ മാഡം? ഉണക്കിട്ടിട്ടാണോടോ മെറ്റൽ പോരുന്നേ? ഹലോ 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 പോലീസുകാരെ പോയെ. ഈ പോലീസുകാരുടെ കാര്യം വളരെ കഷ്ടമല്ലേടാ? എന്ത്? കാമുകിയെ വഞ്ചിച്ച കാമുകനെ കണ്ടുപിടിക്കണം, പിന്നെ നമ്മളെ പോലുള്ള കള്ളന്മാരെ കണ്ടുപിടിക്കണം, പിന്നെ അതൊന്നും പോരാതിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവിടെ പോയി കാവൽ നിൽക്കണം, അതും ഒറ്റയ്ക്ക്. അതെ, നീ എവിടെ നിർത്തിക്കേ? നമ്മുടെ കഞ്ഞൂട് മുട്ടിക്കാൻ വേണ്ടിയിട്ടാ ഇവര് തലങ്ങും വലങ്ങും പായണത്. നമുക്ക് മോഷ്ടിക്കാതിരിക്കാൻ പറ്റൂല്ലോ. നീങ്ങ വന്നേ. ഇത് ഏത് വണ്ടിയാ കിടക്കുന്നത്? അത് കാറ് കണ്ടറിഞ്ഞൂടായോ? അല്ല, ഈ വണ്ടി തന്നെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. എടാ, അത് ഇടിച്ചു കിടക്ക, ബോണറ്റൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ടില്ലേ? നീങ്ങ വന്നേ. നമസ്കാരം. ഇതെങ്ങനെ അടിച്ചാ സാറേ ഈ വണ്ടി? ഇടിച്ചതല്ല, ബ്രേക്ക് ഡൗൺ ചെയ്താ. സാറിന് അങ്ങനെ തന്നെ വേണം. ചെമിണ്ടാര. അങ്ങനെയാണെങ്കിൽ വെള്ളാനകളുടെ സിനിമയിൽ പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ അപ്പൊ താമരച്ചൊരു ചുരത്തിന് ഇവിടെ പോകൂടെ? സാറ് സ്പാൻഡർ ഒന്നും വേണ്ട, സാറ് കയറിയിരിക്കും, ഞങ്ങൾ തള്ളി തരാം. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. എന്തോടാ ഇത്? കേടായ കാറ് കൈ അടക്കി വെച്ചു അല്ലേ? നീ മനസ്സിൽ സാറേ, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ തള്ളുന്ന മാഡത്തിനൊന്ന് പുറത്തേക്ക് ഇറക്കാവോ? ഓക്കെ റിയ പ്ലീസ്. ഇതെങ്ങനെ ശരിക്കും കേടായ? നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? ഞങ്ങളൊരു പാർട്ടിക്ക് പോകുന്ന വഴിയാ. അതെല്ലേ? ആ, എന്നാ ഒരു കാര്യം തൊഴിച്ചെടുത്തോ കേട്ടോ. അത് ആൽബം നടിയല്ലേടാ? അതെ, ആൽബം നടി. വണ്ടി കേടായി കിടക്കും. ആൽബം നടി ഒന്നുമല്ല, വന്ന് തള്ളു കൊച്ചേ. അതൊക്കെ വന്നാ മതി. ആൽബം നടി, ആൽബം നടി. പതുക്കെ നീ അവിടെ എന്നാ പറയണ? തള്ളിക്കോ തള്ളിക്കോ. പതുക്കെ തള്ളിയാ മതി, ശരീരം മുഷിയല്ലേ? വണ്ടി സ്റ്റാർട്ടായി, കയറിക്കോ. താങ്ക് യു ഒന്നും വേണ്ടായിരുന്നു, വണ്ടി ഇപ്പഴേ സ്റ്റാർട്ട് ആവണ്ടായിരുന്നു. കയറിക്കോ. വണ്ടി പോട്ടെ.
കാണാനൊരു സുമാറില്ലായിരുന്നെങ്കിൽ നടിയല്ലയോ നോക്കി അങ്ങ് നിന്നുപോയി. ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പോലും എടുക്കാൻ പറ്റിയില്ല. അവര് തിരിച്ചു വരോടാ. എന്താടാ പിന്നെ ഇത് നീ കൊണ്ട കൊടുക്കുവോ? എന്റെ പൊന്നളിയാ പൊന്നാടാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്നാ നിന്റെ മൊബൈല്. എടാ മണ്ണുണ്ണി, മണി ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? മണി പ്രോബ്ലം മറ്റും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പക്ഷെ ഇപ്പൊ എങ്ങോട്ടാ? ആശാന്റെ മോൾ കവിതയ്ക്ക് അല്ല CD കടയിൽ പോയി നല്ലൊരു കവിത സെലക്ട് ചെയ്യണം നാടകത്തിന്. പ്ലീസ് വെയിറ്റ്. കൂട്ടിനാട് കയറിയ അമ്മായി ഇറങ്ങ്, കൂട്ടിനാട് കയറിയ അമ്മായി ഇറങ്ങ്, ആ കൂട്ടിനാട് കയറിയ അമ്മായി ഇറങ്ങ്, കൂട്ടിനാട് കയറിയ അമ്മായി ഇറങ്ങ്. മോനെ വൃത്തിയായിട്ട് വിളിച്ചു പറയുന്നോടാ. രാമൻകുട്ടി ചേട്ടനെ കണ്ടതും പരിചയപ്പെട്ടതും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ മോള് പോലീസാ, പൂജ. പോലീസുകാരെല്ലാരും ഒരുമിച്ചാണല്ലോ കിടപ്പ്. അവർക്ക് അരി വെച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. പിന്നെ മോളെ പിരിഞ്ഞിരിക്കാനും വയ്യ. ഓ, പോലീസ് സ്റ്റേഷനിലേക്ക് ചായ കൊടുക്കുന്നത് ഞാനാ. അയ്യോ, അപ്പൊ നമുക്കിനി എന്നും കണ്ടുമുട്ടാം. ഓ, തീർച്ചയായിട്ടും. ഇവിടെ SP ഒക്കെ ഉണ്ട്. ഇനി നിന്നെ ഞാൻ പൂജ സാറെന്ന് വിളിക്കേണ്ടി വരുമോ? ഒന്ന് മിണ്ടാതിരുന്നേ. ഈ പെൺപോലീസ് എല്ലാം കൂടി എങ്ങോട്ടാ പോകുന്നത്? ഇതേതായി അറബിച്ചു? നമ്മള് ചിരിച്ചപ്പോ നിങ്ങൾ എന്താ ചിരിക്കാത്തെ? അല്ല, നിങ്ങള് ചിരിച്ചാർന്നാ? ഈ പറഞ്ഞിട്ട് മൂടി കാരണം മുഖം കാണാൻ മേല. നമ്മള് നിറയെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എവിടെ? മൈമുണ്ണിന്നല്ലേ പേര്? അതെ, മാറ്റണോ? എന്തിനാ അടുത്ത് വരുന്നത്? അപ്പൊ മാറ്റണോ അല്ലേ? പോലീസല്ലേ? ഡ്രൈവറാ. പേര് ജമീല. ജലീമ അല്ല, ജമീല. നല്ല പേര്. ജമീല ബേഡ്സ് മൈമുണ്ണി. ഹായ്. ഹായ്. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്താണ് പ്രത്യേകിച്ച്? ആ ശല്ലി, ഇവന്മാരിന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ എന്താടാ നോക്കി പേടിപ്പിക്കുന്നോ? നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ വച്ചതാണല്ലോ. ഇതെവിടെ? ഈശ്വരാ, കിട്ടി. സന്താന കാര്യങ്ങളിൽ അല്പം ക്ലേശം അനുഭവിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായ കോപം, എടുത്തുചാട്ടം ഇവ നിയന്ത്രിക്കണം. പരിഹരിക്കാം. പക്ഷേ ദാമ്പത്യം സൗഭാഗ്യസുന്ദരമായി തീരും. ഭാവി വരൻ കറുത്ത പ്രകൃതക്കാരനും വെളുത്ത മനസ്സുള്ളവനും ധനുക്കൂറിൽ ഭരണി ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവനുമായിരിക്കും. ആള് തസ്കരനുമായിരിക്കും. തസ്കരനോ? പോലീസുകാരിയായി എനിക്ക് കള്ളനായിരിക്കോ വരനാകാൻ പോകുന്നത്? ആണെങ്കി ആവട്ടെ. സാർ ഒപ്പിടാൻ. നിക്ക്. അയ്യോ, ഞാനല്ല അത് ചെയ്തത്. ഏത് ചെയ്തത്? പോലീസുകാരല്ലേ, ഏതെങ്കിലും കുറ്റം കേൾക്കാൻ പറയുമെന്ന് പേടിച്ചിട്ടാ. പേടിക്കണ്ട, പേടി മാറി. എന്താ പേര്? ഗോവന്നൻകുട്ടി. നാള് ഭരണി. അയ്യോ, അത്ര വലിയ ഭരണിയല്ല, ചെറിയ ഭരണി. ധനുക്കൂറ ആദ്യത്തെ 15 നാഴികയിലാ ജനനം. ഈശ്വരാ, തസ്കരനാണല്ലേ? സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനൊക്കെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ.
പോട്ടെ. പോയിക്കോ. ഇതെന്താ ഇങ്ങനെ? ശാലിനി ഗോവിന്ദൻകുട്ടി നല്ല ചേർച്ച.